ഗുഡ് മോർണിംഗ് സർ. മോർണിംഗ്. ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് സർ. മോർണിംഗ്. ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ് സർ. മോർണിംഗ്. ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ് സർ. റീറ്റെയിൽ സീ ഫുഡ് മാത്തച്ചാൻ അതെടാ മീൻ മാത്തച്ഛൻ തന്നെ ഒന്ന് നീട്ടി പിടിച്ചോണേ 3000 മത്തി കയറ്റി ലോറി തെക്കോട്ട് വിട്ടോ നീ ആ ചില്ലറ കച്ചവടക്കാർക്കും കൊടുത്തേക്ക് അവരും ജീവിക്കാൻ വേണ്ടി അല്ലയോ ഈ പണി ചെയ്യുന്നേ എന്നാടാ ഒന്ന് ഓർക്ക പറയടാ 10 കോട്ട മത്തിയാണ് അവര് ചോദിക്കണത്. എത്ര രൂപ ഉറപ്പിക്കണം? കേൾക്കാൻ പറ്റണില്ല. 4000 അതിലവര് 6000-ത്തിനാണ് ചോദിക്കണത്. ഉറപ്പിക്കണം. 6500 ഉറപ്പിക്കടാ. ഞാൻ ഫോണിൽ പറഞ്ഞടാ ഉറപ്പിക്കാൻ പോകുന്നു. 4500 രൂപയുടെ മീ 6500 രൂപയ്ക്ക് ഉറപ്പിച്ചോട്ടെ മുതലാളി. ഉറപ്പിച്ചോടാ. നിന്റെ അമ്മായിയമ്മയുടെ 2ാം കല്യാണം കാലത്തെ കൈനീട്ടം വെച്ച കച്ചവടം ഫോണിൽ കൂടെ കലക്കി കടുവർത്ത എന്നുള്ളടാ നീ പന്ന മീനെല്ലാം വണ്ടി കേട്ടെ മുതലാളി. ആ കേറ്റ് എവിടെയെങ്കിലും കേറ്റും. എത്രയായി? 15. ഡോക്ടർ ചായ ഒരു മിനിറ്റ്. എടാ കൊണ്ടുപോടാ. എന്നതാടാ ഇന്നും തല്ലു കേസ് തന്നെയാണോ? അതെ, മാർക്കറ്റിൽ ഇവൻ ചില നമ്പറൊക്കെ കാണിച്ച് കുട്ടപ്പായച്ചൻ അടിച്ച് ഈ പരുവത്തിലാക്കിയിട്ടാ നിർത്തിയത്. പോലീസ് കേസാക്കാതെ അഡ്മിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു കുട്ടപ്പായച്ചായൻ. കൊണ്ടുപോവാ. ആ അയ്യമ്പിള്ളിന്നൊരു ദാമോദരം വരും. ഡെപ്പോസിറ്ററാ 5 ലക്ഷം ഉണ്ടെന്നാ പറഞ്ഞേ. ആ മാനേജരോട് വരാൻ പറയൂ. ആ ജെയിംസേ, പുത്തലത്തുകാരുടെ ഇൻട്രസ്റ്റ് ഒന്ന് കണക്കൂട്ടി വെച്ചോണം. അവര് വലിക്കുക മകളുടെ കല്യാണം. ആ സുലൈമാൻ വണ്ടി സീസ് ചെയ്ത് വന്നിട്ട് കാശ് എത്ര വാങ്ങി? ഒന്നും വാങ്ങിയിട്ടില്ല. അതന്നാ പറ്റുമല്ലോ ഉണ്ടായിരുന്നു. അതല്ല, വണ്ടി സീസ് ചെയ്യാൻ പറ്റിയില്ല. താനിത് എന്നതാടോ ഈ പറയുന്നേ? അവര് ജിംനേഷ്യം ക്ലബ്ബ് നടത്തുന്ന പിള്ളേരാ. അതിന് ഒരു കയ്യാങ്കളിയൊക്കെ നടത്തിയിട്ടും വണ്ടി കൊണ്ടുവരാൻ സാധിച്ചില്ല. കഴിഞ്ഞ പ്രാവശ്യം അസംബ്ലി സീറ്റിന് മത്സരിച്ച് തോറ്റ വടക്കേത്തല ശിവദാസില്ലേ, അയാളുടെ ചെങ്കടികളാ. ഓഹോ, വടക്കേത്തല വീണ്ടും വാല് വെക്കാൻ തുടങ്ങിയോ? എടോ, കാശ് അടയ്ക്കാത്തവന്റെ വണ്ടി പിടിച്ചുകൊണ്ട് വരാൻ പോലും തന്റെ ഇടം ഇല്ലെങ്കിൽ ഈ സുലൈമാനെയൊക്കെ വെറുതെ ചെല്ലും ചെലവും കൊടുത്ത് നിർത്തിയിരിക്കുന്ന എന്നാത്തിനാടോ? കേട്ടോടാ റോണി, എന്താ സാറേ? തേവക്കാട്ടുകാരല്ല, സാക്ഷാൽ ദൈവം തമ്പുരാൻ വണ്ടി സീസ് ചെയ്യാൻ വന്നാൽ പോലും നമ്മൾ വിട്ടുകൊടുക്കല. അവന്മാർക്കിട്ടൊരു പണി കൊടുക്കണമെന്ന് വിചാരിച്ചിട്ട് കാലം കുറയായി. നമ്മളെ കൊണ്ട് ഇത്രയൊക്കെ ചെയ്യാനേ പറ്റത്തുള്ളൂ. ആ കുട്ടപ്പായി വന്ന വല്ല കുഴപ്പമുണ്ടാക്കോ സാറേ? കുട്ടപ്പായി എന്റെ നേരെ ഞാനൊന്ന് നോക്കിയാ മതി, അവൻ ആട്ടിമുട്ടി പറക്കും. പറഞ്ഞ് നാക്കെടുത്തില്ല. 100 ആയുസ കുട്ടപ്പായിക്ക്. ആണോ? പക്ഷേ ഈ വടക്കേത്തല ശിവദാസൻ ആയുസ് മണി കുറവാ. ഉള്ളത് ഇപ്പൊ തീരാൻ പോവാ. വണ്ടി പിടിക്കാൻ വരുന്നവർ നീ കുട്ടപ്പായി കുട്ടപ്പായി ഞാനാ.
എനിക്ക് പറ്റാനിട്ടൊന്നല്ല. മാറാം. മാറാ ഇങ്ങോട്ട്. പിടിച്ച് ജീപ്പിൽ കയറ്റോ സാറേ, ചുമ്മാ കാര്യം പറയുന്നത് മേത്ത് ഓടരുത്. ഫിനാൻസ് അടുത്ത് വണ്ടി മേടിച്ചു കഴിഞ്ഞ 6 മാസമായിട്ട് അവൻ പണം അടച്ചിട്ടില്ല. അതും പോരാഞ്ഞ് വണ്ടി പിടിക്കാൻ വന്നവന്മാരെ അവന്മാരെല്ലാം ഏത് തല്ലുകേസി പിടിച്ചാലും നിനക്ക് പറയാൻ കുറെ ന്യായങ്ങൾ ഉണ്ടാവൂലടാ. സത്യം ഞാൻ നിന്നെ വാൺ ചെയ്ത് വിട്ടതാ. ഇനി നിന്നെ ഞാൻ വിടില്ല. ഇവനെ കൊണ്ടുപോകാൻ പറ്റിയല്ല. ഇവനെ ഇങ്ങോട്ട് പറഞ്ഞയച്ച ഞാനാ. കൊണ്ടുപോകണം അത്ര നിർബന്ധമാണേല് പ്രേരണാ കുറ്റത്തിന് എന്നെയും കൂടെ കൊണ്ടുപോകണം. എന്നാ പറ്റുമോ? പ്ലീസ് തടസ്സം നിൽക്കാതെ മാറുന്നതാണ് നല്ലത്. എടോ മൂപ്പിനെ, ഇതുകൊണ്ടൊന്നും തീർന്നില്ല. തന്നെ ഞാൻ പിന്നെ കണ്ടു. ഇവനെ കൊണ്ടുപോകാൻ പറ്റിയല്ലെന്ന് പറഞ്ഞാൽ മനസ്സിലായില്ല എനിക്ക്. കൃത്യനിർവഹണത്തിനിടെ തടസ്സം ഉണ്ടാക്കിയ ആളും തരം നോക്കാതെ എനിക്ക് ആക്ഷൻ എടുക്കേണ്ടി വരും. പറഞ്ഞു പേടിപ്പിക്കാതെ എടുക്കണോ തന്റെ ആക്ഷൻ? പിടിച്ച് കയറ്റണോ ജീപ്പില്? സർ, പോലീസ് സ്റ്റേഷനെങ്കിൽ പോലീസ് സ്റ്റേഷനിലേക്ക് വാടാ. വേണ്ട, നിന്റെ ന്യായീകരണം ഒന്നും എനിക്ക് കേൾക്കണ്ട. ഇന്ന് നേരം പുലർന്നിട്ട് രണ്ടാമത്തെ അടിയ ഇവൻ ഉണ്ടാക്കുന്നത്. രാവിലെ മാർക്കറ്റിൽ നടന്നൊന്നും ഞാൻ അറിഞ്ഞില്ല എന്ന് കരുതിയോ? നിന്നെ കൊണ്ടുള്ള പരാതി കൊണ്ട് ഞാനിവിടെ പൊറുതിമുട്ടി നിൽക്കുക. നീ എന്നാടാ ദാദാ കളിക്കുന്നു? ഇക്കണക്കിന് പോയാ ഉടനെ തന്നെ നീ ഗുണ്ടാപിരിവും തുടങ്ങുമല്ലോ. എന്റെ പൊന്നി ഏമാനെ, കോട്ടയം പൊൻകുന്നം റോട്ടിൽ കടന്ന് 3.5 ചക്രത്തിന് ഗൂണ്ടാപിരിവ് നടത്താൻ വെറും 7-ആം കൂലി ചട്ടമ്പിയൊന്നും അല്ല ഈ കുട്ടപ്പായി. നല്ല അന്തസ്സുള്ള തറവാട്ടി പറഞ്ഞത് തന്നെയാ. കാര്യം അറിയാതെ ഈ കാക്കിക്കുപ്പായത്തിന്റെ തിണ്ണമെടുക്ക് ഞങ്ങളോട് കാണിക്കല്ലേ. കാണിച്ച നീ എന്നെ ക്ലച്ച് ഒട്ടാതെ ഗീറിടല്ലേ സാറേ, പറഞ്ഞു പോവും. പല്ല് കൈ തടുക്കുന്നോടാ. നിന്നെ ഞാൻ എന്നാണോ വിളിക്കുന്നത്? എല്ലാറ്റിനും ഞാൻ പോലീസ് സ്റ്റേഷനായി പോയി. അല്ലെങ്കിൽ ഞാൻ വക്കീലും എത്തിക്കഴിഞ്ഞു. എവിടെയെങ്കിലും ഏതെങ്കിലും തെമ്മാടി എന്നായെങ്കിലും തെണ്ടിത്തരം കാണിച്ച് പിടിച്ചൊന്ന് അകത്തിട്ട ഉടനെ എത്തിക്കോളും ജാമ്യത്തിന്റെ വാറോലയായിട്ട്. മൈൻഡ് യുവർ വേർഡ്സ്. നിങ്ങൾക്ക് പറഞ്ഞിരിക്കുന്ന ജോലി നിങ്ങൾ ചെയ്തോളൂ. എനിക്ക് പറഞ്ഞിരിക്കുന്ന ജോലി ഞാനൊന്ന് ചെയ്തോട്ടെ സാറേ. എന്താ ബുദ്ധിമുട്ടുണ്ടോ? ഉണ്ടെങ്കിൽ ഞാൻ കോടതി പറഞ്ഞാൽ മതി. എടോ സ്റ്റീഫൻ, ജാമ്യം കച്ചിട്ട് എഴുതിട്ട് അവരെ ഇറക്കി വിടറോ. മാത്തച്ചായോ, മാത്തച്ചായോ. ആരാത്? ഞാനാ പിള്ളച്ചേട്ടാ, ക്ലീറ്റസ്. എന്നതാടോ? മാത്തച്ചായനെ ഈ കാശങ്ങടേപ്പിക്കാനാ. ഇന്ന് ഇനിയിപ്പൊ കാണാൻ പറ്റും തോന്നില്ല ക്ലീറ്റസേ. അതെന്താണ്? കുരിശുമണി കൊട്ടുന്ന വരെയുള്ളൂ തേവക്കാട്ട ബിസിനസ്സും കാര്യങ്ങളും. ഇനി എന്നാ ലക്ഷങ്ങളുടെ ഇടപാടായാലും ശരി, കുരിശുമണി കൊട്ടിക്കഴിഞ്ഞ അപ്പനും മക്കളും കൂടെ പ്രാർത്ഥനയ്ക്ക് മുട്ടുകുത്തും. അത് കഴിഞ്ഞ ഇന്ന് നടന്നതും നാളെ നടക്കാൻ പോകുന്നതുമായ പ്രധാന കാര്യങ്ങൾ ചർച്ച ചെയ്യും. ഭക്ഷണം കഴിഞ്ഞ 11 മണി വരെ ചീട്ടുകളി. ദോഷം പറയരുതല്ലോ, മദ്യസേവ ഞായറാഴ്ചയും വിശേഷ ദിവസങ്ങളും മാത്രമേ ഉള്ളൂ. ഇതൊക്കെ ഞാൻ കാര്യസ്ഥനായിട്ട് ഇവിടെ വന്ന കാലം തൊട്ടേ മുടങ്ങാതെ നടക്കുന്ന കാര്യങ്ങളാ. താൻ പോയിട്ട് നാളെ പാടും. ഇവിടെ പ്രാർത്ഥന കഴിഞ്ഞ് ചർച്ച തുടങ്ങാൻ പോകുന്നേ ഉള്ളൂ. എവിടെ നമ്മുടെ ഭാരതരത്നം? വിശിഷ്ട സേവനത്തിലുള്ള പോലീസ് മെഡൽ വാങ്ങാൻ ഇനി വരാൻ പറ. അതോ ഊണ് പോലും വേണ്ടാന്ന് പറഞ്ഞ് ഞങ്ങളെ പേടിച്ചങ്ങ് മുങ്ങിയോ? അങ്ങനെ പേടിച്ചു മുങ്ങുന്നവരുടെ കൂട്ടത്തില് ഈ പോളച്ചനെ പെടുത്താൻ നോക്കണ്ട. പോലീസ് ആയാലും കോപ്പായാലും നീ കാണിച്ച പോക്കിർത്തരവാ. നമ്മുടെ അപ്പനെ അറസ്റ്റ് ചെയ്യാൻ മാത്രം വളർന്നടാ നീ. നിന്നെയൊക്കെ മാർക്കറ്റ് മത്തിരിക്കുന്ന പെണ്ണുങ്ങളെ കൊണ്ട് തല്ലിച്ചതയ്ക്കാൻ എനിക്ക് അറിയാൻ മേലാഞ്ഞിട്ടല്ല. ദേ ഈ മീൻ മാത്തച്ചൊന്ന് കഴിഞ്ഞൊടിച്ചാ മതി. മാർക്കറ്റ് മൊത്തത്തിൽ ഇളകി വന്ന് നിന്റെ പോലീസ് സ്റ്റേഷൻ മാർക്കറ്റാക്കി നാറ്റിച്ചളെ അറിയാവടാ. ഇക്കണക്കിന് പോയ പോലീസ് വകുപ്പിന് ഒരു വാഴ്ത്തപ്പെട്ട പുണ്യാളച്ചനെയും കൂടെ കിട്ടൂല്ലയോ? അതെ, വിശുദ്ധ സർക്കിൾ റവറന്റ് പോളച്ചൻ തേവക്കാട്ട്. അപ്പാ, ഈ പോളച്ചൻ പറയുന്നതിലും കാര്യമില്ലായോ? കുട്ടപ്പായ ഒരുത്തം കാരണമാ ഈ കാണുന്ന പ്രശ്നങ്ങൾ മുഴുവൻ ഉണ്ടായത്. ഓ, കാലത്തെ ഒരുത്തനെ തല്ലി ചാച്ചേച്ചു എനിക്കൊരു കത്തും കൊടുത്തയച്ചു.
ഇവനെ സപ്പോർട്ട് ചെയ്തോണ്ട് അപ്പൻ എന്നാത്തിനാ പോലീസിൽ തടയാൻ പോയത്? നീ ആരാടെ അപ്പനെ ചോദ്യം ചെയ്യാൻ? ഇതാ ഇവിടുത്തെ ഒരു കുഴപ്പം. പഠിപ്പുള്ള ഡോക്ടറും വക്കീലും സർക്കിൾ ഒരുപക്ഷം, പഠിപ്പ് കുറഞ്ഞ ബിസിനസ്സുകാരായ പലിശക്കാരനും മീൻകാരനും മറുപക്ഷം. എന്നതാ പിള്ളാരെ ഇത്? ഗ്രൂപ്പ് തിരിയാൻ ഇതിൻ്റെതാ രാഷ്ട്രീയ പറ്റുവാന്നോ? ഒന്നിച്ച് നിക്ക്. അതല്ലേലും അങ്ങനെ ബിസിനസ്സുകാരായ ഈ പാവ ഇച്ചായമാരുടെ കാര്യത്തിൽ എന്നാങ്കിലും തട്ടുകേട് സംഭവിച്ച് ഞാനൊന്ന് ഇടപെട്ടു പോയാ ഇവിടെ എന്നാ പുകില. അത്യാവശ്യത്തിന് കൂട്ടി എഴുതാനും വായിക്കാനും ഒക്കെ ഞങ്ങളും പഠിച്ചിട്ടുണ്ട്. ഓ, ഇച്ചായമാരുടെ കാര്യത്തിൽ നീ ഇടപെടുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം മറ്റുള്ളവരെ തല്ലി എല്ലൊടിക്കാന്നാണല്ലോ. തല്ലേണ്ടി വന്നാ തല്ലണം, അല്ലാതെ പിന്നെ 6 എണ്ണം ഇങ്ങനെ പന പോലെ നിൽക്കുമ്പോ തല്ലാൻ കൂലിക്ക് ആളെ വിളിക്കുന്നത് നാണക്കേടല്ലയോ? തേവക്കാട്ടുകാരുടെ നേരെ ആര് കൈ ചൂണ്ടിയാലും അത് നോക്കി നിൽക്കാൻ ഈ കുട്ടപ്പായ്ക്ക് അറിയല. എന്നാ ഒക്കെ പറഞ്ഞാലും കുട്ടപ്പായുടെ ഭാഗത്താ തെറ്റ് സംഭവിച്ചിരിക്കുന്നേ. ഞങ്ങളത് അംഗീകരിക്കുകയല്ല, തെറ്റ് സർക്കിളിന്റെ ഭാഗത്ത് തന്നെയാ. ഇച്ചായൻ അത് പറയരുത്. കുട്ടപ്പായുടെ ഭാഗത്താ തെറ്റ്. നിർത്ത്. ഇവിടെ പ്രശ്നം ഇപ്പോ ഭൂരിപക്ഷത്തിന്റെ അഭിപ്രായത്തെ മാനിച്ച് തീർപ്പ് കൽപ്പിക്കേണ്ടി വന്നിരിക്കുക. ഇന്നത്തെ സംഭവത്തിൽ സർക്കിളിനെ അനുകൂലിക്കുന്നവരാരൊക്കെയാ? ഞങ്ങൾ ഇവനെ അനുകൂലിക്കുന്നു. ആ ഞാനും മാത്തച്ഛനും കുട്ടപ്പായി അനുകൂലിക്കുന്നു. അതെ. ആ അപ്പോ ഇരുപക്ഷത്തും അനുകൂലിക്കുന്നവർ തുല്യരായിരിക്കുന്നതുകൊണ്ട് ഈ പ്രശ്നം അസാധുവായിരിക്കുന്നു. ഇനി ഇതേ ചൊല്ലി ആരും ഒരക്ഷരം മിണ്ടിപ്പോരുത്. ആ എടേ പെമ്പിള്ളാരെ, ഇനി വിളമ്പാം. മീറ്റിംഗ് തീർന്നു. വേഗം എടുത്തു പിള്ളേരെ, ഇന്നത്തെ തല്ലുകൂടൽ അവിടെ കഴിഞ്ഞു. വേണ്ട മോളെ. എന്നതാടാ കുട്ടപ്പായി, ഇന്നും മീറ്റിംഗിൽ നിന്റെ തല്ല് കേസ് തന്നെയാണോ? ചേച്ചിയമ്മ എന്നായി പറയുന്നേ? തല്ലു കേസോ? നമ്മുടെ പനച്ചിവിള രാഘവനില്ലയോ, അവൻ ചെത്താൻ കയറിയപ്പോ തെങ്ങേന്ന് വീണ് കാലൊടിഞ്ഞ കാര്യം പറയുമായിരുന്നു. കോമ്പൻസേഷൻ കൊടുക്കണമെന്നും കൊടുക്കണ്ടെന്നും ഒരു തർക്കം, അത്രേ ഉള്ളൂ. ഈയിടെ തെങ്ങേന്ന് വീണ് കാലൊടിയുന്നവരുടെ എണ്ണം കൂടി വരിക. ആരുടെ കൈയും കാലും ഒടിച്ചാലും ഇപ്പൊ കുറ്റം തെങ്ങിനല്ലയോ? സംസാരിച്ചോണ്ടിരിക്കാതെ അപ്പന് മീൻ അല്ല ചോറ് വിളമ്പടി മരിക്കുഞ്ഞേ. ഇത് ഞാനും മാത്തച്ഛനും കൂടാ കുട്ടപ്പായി എത്ര വഷളാക്കുന്നത്. ഓ, ഇളയതാന്നും പറഞ്ഞ് പുന്നാരിച്ച് നീ തന്നെ ഇവനെ വഷളാക്കിയത്. വെറുതെ ഞങ്ങളെ കുറ്റം പറയണ്ട. അത് ശരി. അപ്പൊ ഞാൻ വഷളാണെന്നുള്ള കാര്യത്തിൽ ആർക്കും തർക്കമില്ലല്ലോ. എനിക്കിത് കിട്ടണം. അല്ലേലും ഇവിടെ സ്നേഹവും വകതിരും ഒക്കെ ഉണ്ടെങ്കിലേ അതെന്റെ റാണിമോക്ക് മാത്രമേ ഉള്ളൂ. നിന്നേലും തലതിരി വേവള്. 91, 92, 93, 94, 95, 96, 97, 98, 99, 100. ബെറ്റിൽ നീ തോറ്റില്ലടാ. എടുക്ക് കാർബറൈസ്. എന്നതാടാ നിന്റെ മുഖത്തൊരു പവർ കട്ട്? എന്നോടാ കൊതിയ. താങ്ക് യു ചേച്ചി. ആരേലോ ഫോൺ എടുക്ക്. ഹലോ. റോങ് നമ്പർ. ചേച്ചിമേ ലേശം മട്ടൺ. അമ്മച്ചിക്ക് മാറി, ഞാൻ വിളമ്പാം. ഓ, മൈസൂരേട്ടത് എവിടെ ആയിരുന്നു? അന്യ കുടുംബത്ത് പോവേണ്ട പെണ്ണ. അടുക്കള കാണാതെ ജീവിച്ചാലേ അമ്മായിയമ്മയുടെ പോര് നീ തന്നെ സഹിക്കേണ്ടി വരും. ഓ, എനിക്ക് വേണ്ടി ആരും കല്യാണം ഒന്നും ആലോചിക്കണ്ട. ഞാൻ വല്ല മടത്തേലും പോയി ചേർന്നോളാവേ. അതോടെ മടം പൊളി. അത് ശരിയാ. കുട്ടൻസേ, ഇതെല്ലാം കൂടെ ഞാൻ തലേ കമത്തും. നീ പൊടി കാന്താരി. മോളെ മട്ടൻ വിളമ്പിക്കോ. സീ ഫുഡിന്റെ മട്ടൻ കറി ക്യാൻസൽ. എടി പെണ്ണ, ഞാൻ ചുമ്മാ പറഞ്ഞതില്ലയോ, നീ മടത്തിൽ ചേർന്ന കലക്കും. ഇങ്ങോട്ട് വിളമ്പിക്കോ. വേണ്ട വേണ്ട, സീ ഫുഡിന് ഈയിടെ ഇച്ചിരി പവർ കൂടുതലാ. പാവം, ഡോക്ടർ കൊടുക്കട്ടെ. മേബിൾ ഇളമ അങ്ങ് അമേരിക്ക കിടക്കുന്നതിന്റെ വിരഹ ദുഃഖം മട്ടൻ അടിച്ചെങ്കിലും മാറട്ടെ. ഇവിടെ ഒരു നാക്ക്. ഡിഗ്രി കഴിയട്ടെ, ഇവിടെ നമുക്ക് LLBക്ക് അയക്കണം. അല്ല, അത്യാവശ്യത്തിന് ഒരു കേസിലെ വക്കീൽ നമ്മുടെ തറവാട് തന്നെ ഉണ്ടല്ലോ. ഇനി അതിന്റെ എണ്ണം കൂട്ടണോ? ഇച്ചിരി വെള്ളം എടുത്തേ. മക്കളെ, അപ്പാപ്പന്റെ പതിവ് കിട്ടിയില്ലല്ലോ. വന്ന് കിടക്കാൻ നോക്ക്. ഗുഡ് നൈറ്റ്. Good night, good night. അല്ല, നിന്റെ കുഞ്ഞെന്തിയടി? അവന് ചേച്ചിയമ്മ ഉറക്കാൻ കൊണ്ടുപോയിക്കുവാ. അപ്പ അല്ല, അപ്പനെ ഇച്ചായൻ എന്തോ പിടിച്ചോണ്ട് പോയെന്നൊക്കെ പറയുന്ന കേട്ടല്ലോ. ഓ ചുമ്മാ, ഞാൻ ആ കുട്ടപ്പായുടെ കൂടെ സ്റ്റേഷൻ വരെ ഒന്ന് പോയതല്ലയോ. എന്നതാണ് ഈ കൈകാലൊക്കെ കാണിക്കുന്നേ? അല്ലപ്പാ, കുട്ടപ്പ ഇതെന്നാ പോക്കായി പോകുന്നേ? കല്യാണമൊക്കെ കഴിയേണ്ട പ്രായം കഴിഞ്ഞു. അവന് പിടിക്കണ്ടായോ? എത്ര എണ്ണത്തിനെ കണ്ടു.
ആ ഇനി എനിക്ക് ബോധിച്ച ഒരു പെണ്ണിനെ ഞാൻ അങ്ങ് ഉറപ്പിക്കും. ഒരു പെണ്ണ് വന്ന് കേറിയാലേ അവൻ ഒതുങ്ങത്തുള്ളൂ. ഇല്ലടി ആലീസേ? അതെ. ഈ പറയുന്ന പോലെ അവനത്ര കുഴപ്പക്കാരനൊന്നുമല്ല. എന്റെ അപ്പന്റെ വാശിയും തന്റെയിടവും ആ തലയെടുപ്പൊക്കെ കിട്ടിയിരിക്കുന്നത് അവന് മാത്രമാണ്. സത്യം പറയാലോ, ചില നേരത്തെ അവന്റെ ആ നിപ്പും നോട്ടവും ഒക്കെ കാണുമ്പോ ചെറുപ്പകാലത്ത് ഞാൻ കണ്ട എന്റെ അപ്പൻ പ്രത്യക്ഷപ്പെട്ടതുപോലെ തന്നെ തോന്നും. ആ നീ ചീട്ട് കളിക്കാൻ പറ്റുന്നില്ലയോ? ഞാൻ അപ്പനെ നോക്കി വന്നതാ. എങ്കി വാ. അപ്പാ, എന്നാടാ? ഇന്നത്തെ സംഭവം അപ്പന് വിഷമമെങ്കിൽ അപ്പൻ എന്നോട് പൊറുക്കണം. ഞാൻ ചെയ്തത് തെറ്റായി പോയെന്നൊരു തോന്നല്. എന്നതാടാ? ഇക്കാലത്ത് മുഖം നോക്കാതെ ആത്മാർത്ഥമായി ജോലി ചെയ്യുന്നത് വലിയ